നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 308 ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു. ശ്രീരാമൻ അയോധ്യയുടെ രാജാവായി ചുമതലയേറ്റു, രാജ്യഭാരമേറ്റു. ലോകത്തിൻ്റെ തന്നെ നാഥനായ സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ് ശ്രീരാമൻ. അദ്ദേഹം അയോധ്യ എന്ന രാജ്യം മാത്രം ഭരിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭൂമി സസ്യസമ്പൂർണമായി, വൃക്ഷങ്ങളിൽ സ്വാദുള്ള ഫലങ്ങൾ പിടിച്ചു, പുഷ്പങ്ങൾ കൂടുതൽ സുഗന്ധമുള്ളവയായി, പശുക്കൾ, കുതിരകൾ, സ്വർണം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ വിലയേറിയ സമ്മാനങ്ങൾ പട്ടാഭിഷേക ചടങ്ങിന് വന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് നൽകി ആദരിച്ചു, ദാനമായി നൽകി. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ, ആപത്തിൽ തന്നെ സഹായിച്ച സുഗ്രീവന് സ്വർണവും രത്നവും പതിച്ച വലിയ ശോഭയുള്ള ഹാരം, മാല സമ്മാനിച്ചു. അംഗദന് 2 തോൾവളകളാണ് നൽകിയത്. തൻ്റെ ധർമ്മപത്നിയായ സീതാദേവിക്ക് ഒരു നല്ല ശോഭയുള്ള ഹാരം നൽകി. സീത ആ മാല അണിഞ്ഞു. അണിഞ്ഞ ശേഷം ചിരിച്ചുകൊണ്ട് അത് ഊരിയെടുത്തുകൊണ്ട് സീത ചിരിച്ചു. എന്നിട്ട് ശ്രീരാമനെയും ഹനുമാനെയും മാറി മാറി നോക്കി. ശ്രീരാമന് സീതയുടെ ഇംഗിതം മനസ്സിലാക്കി. ശ്രീരാമൻ പറഞ്ഞു, ഈ നിൽക്കുന്ന ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഈ നിൽക്കുന്നതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് ഈ മാല നൽകിക്കൊള്ളുക. നിൻ്റെ ആഗ്രഹത്തിന് ആരും തന്നെ ഇവിടെ തടസ്സം നിൽക്കില്ല, ആരും എതിര് പറയില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ സീതാദേവി ഹനുമാനെ അടുത്തേക്ക് വിളിച്ച് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് ആ ഹാരം നൽകി. ശ്രീരാമൻ എന്നിട്ട് ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു, സ്നേഹത്തോടെ ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? മടിക്കാതെ ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, സ്വാമി, അങ്ങയുടെ നാമവും ചരിത്രവും നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങയുടെ നാമവും കേട്ട്, രാമനാമവും കേട്ട് ഈ ഭൂമിയിൽ വസിക്കാൻ എന്നെ അനുവദിക്കണം. രാമനാമം എത്ര കേട്ടാലും എനിക്ക് മതി വരില്ല എന്ന് ഹനുമാൻ പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്ന വരം ഒന്നേ ഉള്ളൂ, എനിക്ക് അങ്ങയോടുള്ള ഈ ഭക്തി, രാമനോടുള്ള ഈ ഭക്തി എനിക്ക് എന്നും ഉണ്ടാകണം, അതിനൊരു മാറ്റവും വരരുത്, അല്ലാതെ എനിക്ക് മറ്റ് വരങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഹനുമാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ കഥയുള്ളിടത്തോളം കാലം, രാമകഥ നിലനിൽക്കുന്നിടത്തോളം കാലം നീ മുക്തനായി വാഴും. എന്നിട്ട് അദ്ദേഹം ഒരു പരമമായ ഒരു സത്യവും പറയും, ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ലഭിക്കുകയുള്ളൂ എന്നും ശ്രീരാമൻ പറയും. അതിനുശേഷം സീതാദേവിയും ഏറ്റവും നല്ല അനുഗ്രഹ വചനങ്ങളോടുകൂടി ഹനുമാനെ ആശീർവദിക്കും. അങ്ങനെ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും അനുമതി വാങ്ങിക്കൊണ്ട് അവരെ തൊഴുത് സാഷ്ടാംഗം വന്ദിച്ചുകൊണ്ട് ഹനുമാൻ ഹിമാലയത്തിലേക്കാണ് പോകുന്നത്. തപസ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അടുത്ത ഊഴം ഗുഹനായിരുന്നു. ഗുഹനെ വിളിച്ചിട്ട് ശ്രീരാമൻ പറഞ്ഞു, ഗംഗാനദിക്ക് അടുത്തുള്ള നിൻ്റെ ശൃംഗിവേരപുരം എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നീ തിരിച്ചു വയ്ക്കുള്ളൂ. അവിടെ ചെന്നിട്ട് എൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച്, എൻ്റെ കഥകളെക്കുറിച്ച് ചിന്തിച്ച് വസിക്കുക, എന്നെ ഓർത്ത് ജീവിക്കുക. ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നൽകി ഗുഹനെ യാത്രയാക്കി മനസ്സില്ലാ മനസ്സോടുകൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഗുഹൻ അവിടെ നിന്ന് മടങ്ങി. ഇതേപോലെ തന്നെ അയോധ്യയിലേക്കുള്ള യാത്രയിൽ തന്നെ അനുഗമിച്ചിട്ടുള്ള എല്ലാ വാനരശ്രേഷ്ഠർക്കും വസ്ത്രം, ആഭരണം, ഹരിചന്ദനം, കളഭം എല്ലാം നൽകി അവരെയെല്ലാം ആശ്ലേഷിച്ച് സ്നേഹവാത്സല്യങ്ങളോടുകൂടി തന്നെ അവരുടെ രാജ്യമായ കിഷ്കിന്ധയിലേക്ക് ശ്രീരാമചന്ദ്രൻ യാത്രയാക്കി. ശ്രീരാമനെ പിരിയുന്നതിൽ അവർക്ക് ദുഃഖമുണ്ട്. ആ കഠിനമായ ദുഃഖം, വേദന സഹിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം വിഷമിച്ചുകൊണ്ട് തന്നെ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി.
ശ്രീരാമ പട്ടാഭിഷേകത്തിനൊരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ടായിരുന്നു. വിദേഹ രാജ്യത്തിൽ നിന്നും സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവ്, വിദേഹ രാജ്യത്തെ രാജാവിൻ്റെ മകളായതുകൊണ്ടാണല്ലോ സീതയെ വൈദേഹി എന്നൊരു പേരും സീതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഈ പട്ടാഭിഷേക ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് യാത്രയാക്കി. അങ്ങനെ ഈ ചടങ്ങിന് വന്നവരെ ഓരോരുത്തരായിട്ട് യാത്രയാക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സീതാദേവി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മകളായ സീതയെ കൊണ്ട് ജനക മഹാരാജാവിന് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സമ്മാനമായി നൽകിച്ചു. ഈ കൂട്ടത്തിൽ അവസാനമായി തിരിച്ചു പോയത് വിഭീഷണനാണ്. ലങ്കയിലെ രാജാവായി ശ്രീരാമൻ തന്നെ വാഴിച്ച വിഭീഷണൻ, രാവണൻ്റെ സഹോദരൻ. അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹം ഇതാണ്: ആ ചന്ദ്രതാരം എന്നൊക്കെ പറയത്തില്ലേ, അത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം നീ ലങ്കയിൽ സുഖമായി രാജാവായി വസിക്കുക, വാഴുക. എന്നിട്ടൊരു വലിയ നന്ദി പ്രകടനം കൂടി നടത്തുക. അതാണ് ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം. എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞതാണ്. നമുക്കറിയാം, ഭഗവാൻ ഒരു കാര്യം നടത്താനായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് വിഭീഷണനായാലും മറ്റാരായാലും. പക്ഷേ അദ്ദേഹം ഓരോരുത്തരും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. അദ്ദേഹം പറയുന്നു, നീ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞത് എന്ന്. നമ്മുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എത്ര ആൾക്കാർ സഹായിച്ചാലും ഒരു നല്ല വാക്ക് പോലും പറയാൻ നമ്മൾ പല ആൾക്കാർക്കും വലിയ മടിയാണ്. മാത്രമല്ല അധികം താമസിയാതെ നമ്മളെല്ലാം അത് മറന്നു പോവുകയും ചെയ്യും. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭഗവാനായിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും നന്ദി പറഞ്ഞു, നീ എന്നെ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കാനായിട്ടും യുദ്ധം ജയിക്കാനായിട്ടും സാധിച്ചത്. അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു അനുഗ്രഹം തരുന്നു. നിനക്ക്, ലങ്കയിലെ രാജാവായ നിനക്ക് ഇനി മേലാൽ ശത്രുക്കളെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. നീ ചെയ്യേണ്ടത് ഇത് മാത്രം: എന്നെ നിത്യവും സ്മരിക്കുക, ഒരു വിഷ്ണു വിഗ്രഹത്തെ പൂജിക്കുക, വിഷ്ണു വിഗ്രഹത്തെ പൂജിക്കുക, വിഷ്ണു ഭക്തനായി ജീവിക്കുക, ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കുക. എല്ലാത്തിലും ഏറ്റവും വലുതെന്താണ്? ഏത് ഭക്തിയേക്കാളും ഏത് പൂജയേക്കാളും ഏറ്റവും പ്രധാനം ശുദ്ധമായ മനസ്സുണ്ടാവുക എന്നതാണ് എന്ന് ശ്രീരാമചന്ദ്രൻ പറയും. നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ വിഗ്രഹം എടുത്തു വെച്ച് ഏതെല്ലാം രീതിയിൽ ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്താലും നമുക്ക് പ്രയോജനം ഉണ്ടാകില്ല എന്നാണ് ശ്രീരാമചന്ദ്രൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുത്തുമണികളും സ്വർണ്ണാഭരണങ്ങളൊക്കെ വിഭീഷണനും സമ്മാനമായി നൽകി. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. തൊണ്ടയിടറി ഗദ്ഗത കണ്ഠനായി തൊണ്ടയിടറി യാത്ര പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലങ്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകത്തിനുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഒന്നൊന്നായി സമ്മാനങ്ങളും ആദരവും ഒക്കെ സ്വീകരിച്ച് നല്ല വാക്കുകളൊക്കെ കേട്ട് മനസ്സോടുകൂടി വിഷമിച്ച് ആ രാജ്യത്ത് നിന്നും തിരിച്ചുപോയി. അവസാനമായി പോയത് വിഭീഷണനാണ്. അതിനുശേഷമാണ് രാമരാജ്യം എന്നുള്ള മഹത്തായിട്ടുള്ള ആ സങ്കല്പത്തെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നത്. നമുക്കറിയാം, ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എപ്പോഴും രാമരാജ്യത്തെക്കുറിച്ച് പറയായിരുന്നു. രാമരാജ്യം പോലെ ആകണം നമ്മുടെ ഇന്ത്യ എന്നുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇപ്പോഴും നമ്മുടെ പല രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ പ്രസംഗങ്ങളിലൊക്കെ രാമരാജ്യത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ രാമരാജ്യത്തിൻ്റെ എന്തെല്ലാമാണ് പ്രത്യേകതകൾ എന്നുള്ളതാണ് ഈ ലക്കത്തിൽ ഇനി പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സീതയോടൊപ്പം രാമൻ ദീർഘനാൾ ഭരിച്ചു. ആ രാമരാജ്യമായിട്ട് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അശ്വമേധം നടത്തി, പല യാഗങ്ങളും നടത്തി. അങ്ങനെ എല്ലാ ലോകമെമ്പാടും ശ്രീരാമൻ്റെ കീർത്തി പരന്നു. പ്രജകൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും രാജാവെന്ന നിലയിൽ ശ്രീരാമചന്ദ്രൻ നൽകി അവരെ പരിപാലിച്ചു. ആർക്കും തന്നെ രോഗഭീതി, പകർച്ചവ്യാധി അങ്ങനത്തെ ഒന്നും അവിടെ ഉണ്ടായില്ല. ആ ഭൂമിയാകട്ടെ സസ്യലതാദികൾ കൊണ്ട് പച്ച പിടിച്ചു. എവിടെ നോക്കിയാലും ഹരിതാഭമായ ഒരു ഭൂമിയായി. കൊള്ളക്കാരുടെ ആക്രമണം അല്ലെങ്കിൽ മോഷ്ടാക്കളുടെ മോഷണം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആ രാജ്യത്തില്ലായിരുന്നു. ബാലമരണങ്ങളില്ലാതായി. കുഞ്ഞുങ്ങളുടെ മരണം അതൊരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ വിധവകളാകുമായിരിക്കും, പക്ഷേ വിധവകൾക്ക് ആ വൈധവ്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. മഴ കർഷകരെ സംബന്ധിച്ചുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഏത് രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് സമൃദ്ധിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായ സമയത്ത് ആവശ്യമായ അളവിൽ മഴ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ അവിടെ മഴ പെയ്തു, അവർക്കെല്ലാം മഴ ലഭിച്ചു. മനുഷ്യരെല്ലാം പരമഭക്തന്മാരായി ശ്രീരാമനെ തന്നെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ജീവിച്ചു. ആ രാജ്യത്ത് ധർമ്മത്തിന് യാതൊരു ഭ്രംശവും ഉണ്ടായില്ല.
അവിടെ അധർമ്മം കൊടികുത്തി വാഴുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു ലേശം പോലും ചൂണ്ടിക്കാണിക്കാനായിട്ട് പോലും ആധാർമികമായ പ്രവൃത്തി ആരും തന്നെ ആ രാജ്യത്ത് ചെയ്തില്ല. എല്ലാവരുടെയും മനസ്സിൽ അവരെല്ലാം കരുണയുള്ളവരായി, കരുണയും നല്ല ചിന്തകളും മാത്രം ഉള്ള നല്ല മനുഷ്യരായി അയോധ്യാവാസികൾ ആകെ തന്നെ. ഇപ്പം മറ്റൊരാളിൻ്റെ ഭാര്യയെ ആരും നോക്കുക പോലും ചെയ്യാറില്ലായിരുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. പിന്നല്ലേ മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നത്, മറ്റൊരാളുടെ പരഭാര്യയെ ആഗ്രഹിക്കുക, പ്രാപിക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ചിന്തിക്കുന്ന പോലും വലിയ തെറ്റാണെന്ന് പറയും. പക്ഷേ ആരും നോക്കുക പോലും ചെയ്യുന്നില്ല. അത്രമാത്രം ധർമ്മത്തിൽ ഉറച്ച പ്രവൃത്തികളായിരുന്നു ആ നാട്ടുകാരുടേത്. അന്യരുടെ ധനം ആരും മോഹിച്ചില്ല. പരഭാര്യയെ ആഗ്രഹിക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മറ്റുള്ളവരുടെ ധനം. അത് മറ്റുള്ളവരുടെ ധനം കണ്ടിട്ട് ആർക്കും അതിനകത്തൊരു മോഹവും മറ്റുള്ളവരുടെ പണം കൈക്കലാക്കണമെന്നുള്ള ചിന്തയോ അവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ ജനങ്ങൾ തമ്മിൽ വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ പരസ്പരം നിന്ദിച്ചില്ല, പരസ്പരം പരിഹസിച്ചില്ല, പരസ്പരം അപമാനിച്ചില്ല. ഇങ്ങനെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും ആണല്ലോ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവമേ ഈ രാമരാജ്യത്ത് ഉണ്ടായില്ല. ശ്രീരാമചന്ദ്രൻ തൻ്റെ പ്രജകളെ രക്ഷിച്ചതിനെക്കുറിച്ച്, സംരക്ഷിച്ചതിനെക്കുറിച്ച് ഉപമയായിട്ട് രാമായണത്തിൽ പറയുന്നത് സ്വന്തം പിതാവ് സ്വന്തം മക്കളെ എങ്ങനെയാണ് സ്നേഹത്തോടുകൂടിയും കരുതലോടുകൂടിയും സംരക്ഷിക്കുന്നത്, അതേപോലെയായിരുന്നു ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ തൻ്റെ പ്രജകളെ സംരക്ഷിച്ചത് എന്നാണ്. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ആ രാജ്യത്ത് നിന്നും എന്തൊക്കെ മാറി? ശോകം മാറി, ദുഃഖം മാറി, മോഹം മാറി. ആർക്കും വലിയ അതിര് കടന്ന ആഗ്രഹങ്ങളോ ആർത്തിയോ അത്യാഗ്രഹമോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമായി മാറി. അവിടെ എല്ലാവർക്കും മനസ്സിൽ കരുണയും നല്ല വികാരങ്ങളും നല്ല ചിന്തകളും മാത്രമേ ഉള്ളൂ. ആർക്കും തന്നെ ശോകം, ദുഃഖം, നിരാശ അങ്ങനെ യാതൊരു വികാരങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ലാതെയായി. അങ്ങനെ അയോധ്യ അക്ഷരാർത്ഥത്തിൽ ഒരു വൈകുണ്ഠം തന്നെയായി മാറി. വൈകുണ്ഠം സ്വർഗ്ഗസമാനമാണ്, മഹാവിഷ്ണുവിൻ്റെ സ്ഥലമാണ്, മഹാവിഷ്ണുവിൻ്റെ ഇരിപ്പിടമുള്ള സ്ഥലമാണ്. നമുക്കറിയാം വൈകുണ്ഠം. ആ വൈകുണ്ഠം തന്നെ ഭൂമിയിലെ വൈകുണ്ഠമായി മാറി അയോധ്യ എന്ന് പറഞ്ഞുകൊണ്ട് രാമായണം ഏറ്റവും അവസാനത്തെ ഒരു പാരഗ്രാഫും കൂടി ഇനി രാമായണത്തിലുള്ളൂ. അതെന്താണ്? രാമായണം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. രാമായണം വായിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് എന്താണ് ഗുണം? രാമായണം വായിക്കുകയും പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് എന്താണ് പ്രയോജനം? അപ്പോൾ ഇത്രയും നാൾ നമ്മളിപ്പം 308 ക്യാപ്സ്യൂളുകളായിട്ട് നമ്മൾ ഈ രാമകഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ രാമകഥ കേൾക്കുന്നതിലും പറയുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും മറ്റൊരാളോട് പറയുന്നതിലും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിലും ഒക്കെ, രാമനാമം ജപിക്കുന്നതിലും ഒക്കെ എന്താണ് ഒരാൾക്ക് ഗുണം, എന്താണ് ഒരാൾക്ക് പ്രയോജനം എന്നുള്ള അതിന് പറയുക ഫലശ്രുതി എന്നാണ്. രാമായണത്തിൻ്റെ ഫലശ്രുതി അതായിരിക്കും അടുത്ത 309 ക്യാപ്സ്യൂളിൽ പറയുക. അതോടുകൂടി രാമായണം അവസാനിക്കും. 310 ക്യാപ്സ്യൂൾ മുതൽ ഉത്തര രാമായണം ആരംഭിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം വരെ ആയിട്ടുള്ളല്ലോ. ഇനി ശ്രീരാമചന്ദ്രൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ, വിഷ്ണു ലോകം പോകുന്നവരെ, സരയൂ നദിയിൽ മുഴുകി വിഷ്ണു ലോകം പ്രാപിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങളാണ് ഉത്തര രാമായണത്തിലുള്ളത്. മാത്രമല്ല, ആ ഉത്തര രാമായണത്തിൽ രാവണനെക്കുറിച്ചും ഇന്ദ്രജിത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉത്തര രാമായണത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം സീതാദേവിയുടെ ഗർഭധാരണം, പ്രസവം, ലവൻ, കുശൻ തുടങ്ങിയ മക്കൾ, അങ്ങനത്തെ നിരവധി കഥകൾ നമ്മൾ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതെല്ലാം കഴിഞ്ഞ ശേഷം ശ്രീരാമനും മറ്റുള്ളവരും സരയൂ നദിയിൽ ഇങ്ങനെ വിലയം പ്രാപിച്ച് മോക്ഷപ്രാപ്തി നേടി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് പോയി മഹാവിഷ്ണു പദം പോകുന്ന മനോഹരമായ സന്ദർഭം വരെയുള്ള ഭാഗമാണ് ഉത്തര രാമായണം. അത് നമ്മൾ കേൾക്കാൻ പോകുന്നത് 310 ക്യാപ്സ്യൂൾ വരേക്കാണ്. അടുത്ത 309 നമ്മൾ രാമായണത്തിൻ്റെ ഫലശ്രുതി അറിയാൻ പോകുന്നത്. അപ്പോൾ 309 ക്യാപ്സ്യൂളിന് വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.